നീ അങ്ങോട്ട് നോക്കി. ഇത് കയ്യോടെ വെക്കണേന് 5000 രൂപ വേണം. നിന്റെ അസുഖമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഭാഗത്തിന് ഇത് ഇവിടെ 5000, ഇവിടെ 10000. നോക്കിയിരുന്നോ? ഇവിടെ എത്ര? 25,000. ഈ അലൻ ജോസ് പെരേരയും രേണു ചേച്ചിയും ഒക്കെ വാഴുന്ന ആൽബം മേഖലയിലെ ഏറ്റവും വലിയ അലമ്പനാണ് ഈ പറയുന്ന അഭിലാഷ് ഏട്ടൻ. ചില്ലറ കായ്പൊന്നുമല്ല മക്കളെ. എവിടുന്നൊക്കെയോ കുറച്ച് പെണ്ണുങ്ങൾ ഇറക്കുമതി ചെയ്ത് അവരെ മുതലാക്കി ജീവിക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, ശീലമായി പോയി. സിനിമയിൽ അവസരം ഉണ്ടാക്കി തരാം, അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു ഓരോ പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് അവരെ കെട്ടിപ്പിടിച്ചും കുത്തിമറിഞ്ഞും വീഡിയോ എടുക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ആൽബം ഷൂട്ടിങ്ങിന്റെ പേരും പറഞ്ഞാണ് ഇവനിങ്ങനെ പെണ്ണുങ്ങളെ മുതലാക്കി വിടുന്നത്. എന്റെ ചില വീഡിയോകൾ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും. വാ കണ്ടോ. ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. ഇത് ഞങ്ങളൊരു പൃഥ്വിരാജും നമ്പ്യാരും ആയിട്ടുള്ളൊരു പാട്ട് സീൻ ചെയ്യാണ് ഈ മണിമുഖൻ. അപ്പൊ കസേര ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. അതേടാ, നിന്റെ ഈ ഞരമ്പ് രോഗം എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഞങ്ങളെ പാട്ട് തകർക്കുവാണ് അല്ലേ? ആണല്ലോ. ഇതിലും വലിയ കള്ളന്മാരെ കണ്ടിട്ടുണ്ട്. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ കള്ളലക്ഷണം? ഏതാ ഇപ്പൊ ചേച്ചിന്റെ ഇരുത്തം? കസേര ഇല്ലാത്തോണ്ടാണ് പോലും. ഇത് പക്ഷേ ഈ ചേച്ചി സ്വന്തം ഇഷ്ടപ്രകാരം അടി കയറി ഇരുന്നോന്നല്ലോ കേട്ടോ, മറ്റവൻ പിടിച്ചിരുത്തിയതാണ്. അപ്പൊ കസേര ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. കസേര ഇല്ലെങ്കിൽ അത് അവൻ മനഃപൂർവ്വം കൊണ്ടുവരാത്തതാണ്. അവന്റെ കൈ എവിടെയാണ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അത് പിന്നെ ചേച്ചിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാനാണ്? ഓരോ മോഹന വാഗ്ദാനം നൽകി പല പ്രായത്തിലുള്ള സ്ത്രീകളെ ചാക്കിട്ട് പിടിക്കുക, എന്നിട്ട് അവരെ കൊണ്ടുവന്ന് മുതലാക്കി വിടുക. അതെന്റെ ഒരു ശീലമാണ്. അതൊരു നല്ല ശീലമല്ല. പിന്നെ ഇതുപോലെ കുറെ പെണ്ണുങ്ങൾ പിന്നെ വർത്താനം കേട്ട് വിശ്വസിച്ച് എന്ത് അപരാധവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടരുത്. കാരണം ഞങ്ങളെല്ലാം സിനിമയിലേക്ക് ഇപ്പൊ ഞാൻ സിനിമയിലാക്കിയല്ലോ. ഓരോ പേക്കോലങ്ങള് ഇപ്പൊ വരുന്ന കല്ലുവിൻസ് സിനിമ മോഡലാണല്ലോ. അപ്പൊ സിനിമ എന്നതിൽ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ സിനിമ ഇപ്പൊ പുതിയൊരു ആർട്ടിസ്റ്റും കൂടെ നായകന്മാർക്ക് വെടിവെച്ച് നൽകാനായിട്ട് ഔട്ട് ഓഫ് ഫോക്കസിലെ കുറച്ച് ജീവിതങ്ങൾ സുനിത കൊല്ലം കൂടെ സിനിമയിലേക്ക് ആവുകയാണ്. അപ്പൊ ഞങ്ങളെ നല്ല നല്ല കമന്റുകൾ ഇട്ട് പ്രോത്സാഹിപ്പിക്കും. നീയാണല്ലോ കോടതി ഓടാമയില് അവന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വെറും കൺട്രിയാണ്. കാരണം നാളെ ഞങ്ങൾക്ക് ഇതുപോലത്തെ വർക്കുകൾ ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ ഇത് തുടങ്ങുകയാണ്. ഇനി മലയാള സിനിമ ആര് ഭരിക്കും? സുനിമോളും സുനിൽ ചേച്ചി. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? കേട്ടല്ലോ, മലയാള സിനിമ ഭരിക്കാൻ പോകുന്ന 3 ആൾക്കാരാണ് ഇരിക്കുന്നത്. സുനിമോളും സുനച്ചേച്ചിയും പിന്നെ അഭിലാഷും. ഇനി അങ്ങോട്ട് മലയാള സിനിമ ഇവര് 3 പേരും കൂടി ഭരിച്ചു മുടിക്കും. അഭിലാഷേട്ടൻ സുനിമോളെയും സുനച്ചേച്ചിയും കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്ത് മമ്മൂട്ടി, എന്ത് മോഹൻലാൽ അല്ലേ? ഇവന്റെ പരിപാടി എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുപോലെ ഇവന് സകല പെണ്ണുങ്ങളെയും വല വീശി പിടിക്കുന്നത് സിനിമയിൽ കയറ്റാം, വൈറലാക്കാം, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക, തന്തയേക്കാൻ മോശം. എന്തായാലും സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന സുനിമോളെയും കൊണ്ട് ശരിക്കും ഇവൻ എന്താണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ? നമുക്കതൊന്ന് കാണണല്ലോ. ചിരിക്കരുതേ. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ചെങ്ങാക്കി എന്തൊരു ആക്രാന്താണെന്ന് നോക്കി. മേൽ അഭിനയിക്കാൻ വന്ന സുനി ചേച്ചിക്ക് അങ്ങനെ അഭിലാഷിനെ തുപ്പലം തിന്നാനാണ് വിധി എന്ന് പറഞ്ഞാൽ മതി. ആവണ്ട് ചേച്ചി, അങ്ങനെ തന്നെ വേണം. ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണ്ട ചേച്ചി. പടച്ചോനെ, ഇവന്റെ സീറ്റേ വരച്ചത് എന്റെ തലേ വരച്ചിരുന്നെങ്കിൽ. ഒരു വയസ്സായ അമ്മച്ചിയും കൊണ്ടുള്ള ഇവന്റെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. കാണാം. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. അയ്യോ ദാരിദ്ര്യം. കഷ്ടം. ഇതുപോലുള്ളവന്മാരെ ആട്ടിക്കൊടുത്ത് അവൻ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീന്റെ കൂടെ ആണെങ്കിൽ അഴിഞ്ഞാടുന്നതെന്ന് ഓർക്കണം. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. അമ്മച്ചാണെങ്കിൽ ഒട്ടും മോശമല്ല. ഈ വയസ്സാം കാലത്ത് എന്തിനെ കഴിപ്പാണ് ഈ അമ്മ? അവളല്ലേലും പണ്ടേ ഒരു ഇളക്കക്കാരി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.